ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കണ്ടന്റ് വീഡിയോ ആണെന്ന് പറയാം, മോട്ടിവേഷൻ ആണെന്ന് പറയാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈവൻ ബോയ്സും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടും പറയാനായിട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മെൻസ്ട്രലിനെ പറ്റിയാണ്. അതായത് മെൻസ്ട്രൽ പീരിയഡ്സ്. പീരിയഡ്സ് വരുന്നത് നമ്മളുടെ എന്തുകൊണ്ടാണ് വരുന്നത് ഇപ്പൊ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. കാരണം ഞാനിത് ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ പല ഇത് എന്താ വീഡിയോസിലും പല യൂട്യൂബ് വീഡിയോസിലും അടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നതാണെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് തന്നെ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യമായാലും എനിക്കത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് ഇതുപോലത്തെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് പറയാനുള്ള എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് മുന്നിലല്ല ഞാൻ പറയുന്നത്. അപ്പൊ എനിക്കത് പറയണം, ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ പുറത്തോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, എനിക്കുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് പീരിയഡ്സ് എന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ എല്ലാവർക്കും കോമൺലി കേൾക്കുന്ന ഒരു വാക്കാണ് പീരിയഡ്സ് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പീരിയഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ പ്രത്യേകിച്ച് പുറത്ത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മള് ആരുടെങ്കിലൊക്കെ പീരിയഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നം. പണ്ടത്തെ കാലം തൊട്ടേ അതങ്ങനെ വരുന്ന ആചാരം. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എനിക്ക് ഉള്ള സംശയമാണ്. എന്തുകൊണ്ടാ ഇത് അശുദ്ധമാണ്, ഇത് പീരിയഡ്സ് ആവുന്ന ആളെ നമ്മൾ തൊടരുത്, നമ്മൾ അമ്പലത്തിൽ പോകരുത്, നമ്മൾ നല്ല കാര്യമൊന്നും ചെയ്യരുത്, നമ്മൾ ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കരുത്, നമ്മളെ അകറ്റി നിർത്തും. ആ ഒരു 3 ദിവസം നമ്മളെ അകറ്റി നിർത്തും. എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടോ? കാരണം എനിക്ക് ഈ സംശയം വന്നിട്ടുണ്ട്. കാരണം വെച്ചാല് എനിക്ക് പലപ്പോഴായി തോന്നിയൊരു കാര്യം, എന്തുകൊണ്ടാ ഈ തൊടാൻ പാടില്ല, ഇത് നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എടുത്തു പറയാനായിട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അതായത് ദൈവങ്ങൾ, ഗോഡ്, ദൈവത്തിന് പോലും ഇത് വരുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും, എല്ലാ ലേഡീസിനും ഇത് വരുന്ന ഒരു സംഭവമാണ്, ഫീമെയിൽസിനും വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ദൈവത്തിന് പോലും വരുന്നുണ്ട്. അത് നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇവിടെ തന്നെ, അതായത് ചെങ്ങന്നൂർ തൃച്ചെന്തൂർ എന്ന് പറഞ്ഞിട്ടൊരു മഹാദേവന്റെയും ശ്രീ പാർവതിയുടെയും ഒരു ടെമ്പിൾ ആണ്. അവിടെയാണ് ദേവിക്ക് പീരിയഡ്സ് വരുന്നതും 3 ദിവസം മാറ്റിയിരുത്തി അതിനെ ശുദ്ധീകരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിന് നല്ലൊരു സ്മെല്ലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറെ സായിപ്പന്മാരും വിദേശത്തു നിന്നുള്ള ആൾക്കാരും അല്ലാതെ തന്നെ മേടിക്കാനായിട്ട് വരുന്നു. കാരണം അത്രയ്ക്ക് നല്ല സുഗന്ധമാണ്. അപ്പൊ അത് എല്ലാവർക്കും ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ നമ്മളത് അശുദ്ധം എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ അകറ്റി നിർത്തുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തിട്ടോ കണ്ടുപിടിച്ചിട്ടോ ഒന്നുമല്ല. അപ്പൊ എന്റെ ഒരു കാറ്റഗറൈസ് വെച്ച് തോന്നിയതാണ്. പല യൂട്യൂബില് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പം പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് എന്തോ ഇപ്പൊ ഈ പീരിയഡ് എന്ന് പറഞ്ഞാൽ 3 ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ്. അപ്പൊ ആ ബ്ലഡിൽ നിന്ന് വരുന്ന ഒരു റെസ്റ്റ് ആവശ്യമായത് കൊണ്ട് അവര് 3 ദിവസം നമ്മളെ ഒരു പണിയും ചെയ്യാണ്ട്, ഒന്നും ചെയ്യാണ്ട്, എങ്ങും തൊടിയിക്കാണ്ട് 3 ദിവസം അവര് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി ഒരു മൂലയില് ഇരുത്തുന്നതാണ്, ഒരു സൈഡിൽ ഇരുത്തുന്നത്. അവിടെ ഇരുന്നോ, റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു, 3 ദിവസം പണിയൊന്നും ചെയ്യാണ്ട്. പക്ഷെ അതിപ്പം ഇപ്പത്തെ കാലത്ത് നമുക്കത് എന്തായി, അതിങ്ങനെ ഒരാളിങ്ങനെ തുറക്കിട്ടു, ശല്യം ചെയ്യണ്ട, അവർക്കൊരു പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്രേ. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, ഇങ്ങനെ പറഞ്ഞു. അപ്പത്തേക്കും അതിങ്ങനെ തലമുറ തലമുറ വന്ന് വന്ന് ഇങ്ങനെ അശുദ്ധമായി, തൊടരുത്, ഇങ്ങനെ തൊടരുത്, അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അശുദ്ധമായി. പിന്നെ അമ്പലത്തിൽ പോകരുത്, അങ്ങനെ കുറെ ആചാരങ്ങൾ വന്നു. ഈ ആചാരങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാ. അപ്പൊ ഈ പീരിയഡ്സിൽ ഇപ്പൊ ഇനി ഫ്യൂച്ചർ ജനറേഷൻ, പഴയ ജനറേഷൻ ഇങ്ങനെ തൊടരുത്, ടച്ച് ചെയ്യരുത്, മാറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്കത് എക്സ്പീരിയൻസ് ഉള്ള കൂട്ടത്തിലാണ്. ഈ കാലത്ത് ആരും അത് ഫോളോ ചെയ്യത്തില്ല. ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വളരെ കുറവാണ്. മിക്കവരും അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പുറത്ത് പഠിച്ച ആളായതുകൊണ്ടായാലും ഞങ്ങളുടെ തറവാട്ടിൽ, അതായത് അമ്മയുടെ ഒക്കെ തറവാട്ടിൽ കാവുണ്ട്. കാവുള്ള സമയത്ത് ഞങ്ങള് ഇങ്ങനെ ഈ പീരിയഡ്സ് വരുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്റെ വീട്ടില്. കാരണം വെച്ചാൽ അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ 3 days എങ്ങും തൊടരുത്, മാറിയിരിക്കണം, ടച്ച് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് കുറച്ച് ഐതിഹ്യമായിട്ട് കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വളർന്നത് കൊണ്ടും ഞങ്ങൾ പുറത്തായത് കൊണ്ടും അമ്മ ഈ കാര്യം തന്നെ ഫോളോ ചെയ്യായിരുന്നു. എന്നുവെച്ചാൽ കാവാണ്, കാവിടെ പോകുമ്പോൾ എന്തെങ്കിലും ദോഷം വരും, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്തുവാ, ഇങ്ങനെ കാവാണ്, അതിങ്ങനെ തൊടരുത്, ടച്ച് ചെയ്യരുത് എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയും.
സോ അപ്പൊ അത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും പീരിയഡ്സ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അമ്പലമൊക്കെ ഉള്ളത് നമ്മൾ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ ഇതിലിപ്പോ നമ്മൾ അശുദ്ധമാണ് തൊടരുത് എന്ന് മറ്റേ നമുക്ക് മാറിയിരിക്കാനായിട്ട് ആവത്തില്ല. കല്യാണത്തിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസാ ഉണ്ടായത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് എന്താ വീട്ടിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതായത് അവർ നോക്കത്തില്ല എന്നല്ല, നല്ല ശുദ്ധം നോക്കുമെങ്കിലും അത്രത്തോളം ഇല്ലായിരുന്നു. ഇപ്പം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിൽ രാവിലെ കുളിക്കണം, അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം വെച്ചാൽ നമ്മുടെ ഹൈജീൻ നമ്മൾ അത് കീപ്പ് ചെയ്യണം. അതും ഞാൻ വൈകി പറയാം. അതിലൊരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. അപ്പൊ നമ്മളിങ്ങനെ പീരിയഡ്സ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ശുദ്ധം എല്ലാം നോക്കി വരുമ്പോൾ എന്താ നമ്മളിങ്ങനെ തൊടരുത് എന്നൊക്കെ കിച്ചണിൽ വെച്ചാൽ നമ്മൾ കിച്ചണിലോട്ട് പോകരുത്. മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് കിച്ചണിൽ പോകരുത്. എന്തുകൊണ്ടാ എന്നുവെച്ചാൽ 3 ദിവസം പണ്ടത്തെ ആരോ ഇങ്ങനെ പറഞ്ഞത്, അത് തലമുറ 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 കൈമാറി കൈമാറി വരുമ്പോൾ ഈ ഒരു രീതിക്ക് ആചാരം അനുഷ്ഠാനമൊക്കെ ആയി. ഇപ്പൊ അത് കൂടി വന്നു. പക്ഷെ ഇപ്പൊ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ജനറേഷനിലും നമ്മളുടെ ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വരുന്നതും വരും തലമുറയൊക്കെ ഇതൊന്നും കാണുമോയെന്ന് എനിക്കിപ്പോ സംശയമാണ്. കാരണം എന്റെ ചേച്ചിമാരുടെ മക്കളൊക്കെ, അതായത് എന്റെ കസിൻ ചേച്ചിമാരുടെ മക്കളൊക്കെ ആണെങ്കിൽ അവരൊന്നും ഇപ്പൊ അധികം നോക്കത്തൊന്നുമില്ല. കാരണം അവർ ഈ ശുദ്ധം അശുദ്ധം അങ്ങനെയൊന്നും അവര് ചിന്തിക്കത്തില്ല. കാരണം അവരുടെ അമ്മയൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊരു കുട്ടിയില്ല. ഇപ്പൊ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും ഇതേപോലെ എന്താ പീരിയഡ്സ് ആണെങ്കിൽ അതിനും ചിലപ്പോൾ ഇതുപോലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. എന്നെ പോലെ തന്നെ ഫോളോ ചെയ്യുന്നതില്ല. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത് എന്റെ അമ്മ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അമ്മയുടെ അത്രയും ഇല്ലെങ്കിൽ ചില കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പീരിയഡ്സിനെ പറ്റിയിട്ട് ഇന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാൻ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കുളിക്കുന്ന കാര്യം. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവുന്നത്. പതുക്കെ പതുക്കെ പീരിയഡ്സിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്കിങ്ങനെ പറയണമെന്നാണ് ആഗ്രഹം. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ ഇത്രയും എടുത്തു പറയാനുള്ള കാരണം വലിയൊരു വീഡിയോ ആയി പോകുമെന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ നമുക്കിപ്പോ കുറേശ്ശെ കുറേശ്ശെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഞാൻ ഇതിന്റെ എടുത്ത് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാനിപ്പോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് തുടക്കമായിട്ട് തന്നെ ഉള്ളൂ പീരിയഡ്സ് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്കിനി എന്തായാലും അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ പീരിയഡ്സിന്റെ അടുത്തൊരു ഭാഗം ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ ബൈ, സീ യു.